ലഹരിക്ക് അടിമപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കേരളം. ഇന്ന് കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും നമ്മുടെ യുവാക്കളാണെങ്കിലും നമ്മളവരെ പലരും ഇന്ന് ലഹരിയുടെ പിടിയിലാണ്, മദ്യത്തിന്റെ പിടിയിലാണ്, മയക്കുമരുന്നിന്റെ പിടിയിലാണ്, MDMന്റെ പിടിയിലാണ്. നമ്മളവരെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ വേദനയുണ്ടെന്ന് പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രമാത്രം നിങ്ങൾക്കറിയാവോ? ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ അനേക യുവതി യുവാക്കള് പ്രായപൂർത്തിയാകുന്ന മുമ്പ് ഫിസിക്കൽ റിലേഷൻഷിപ്പിനോട് ഗർഭിണികളാവുകയും അബോർഷൻ ചെയ്യുകയും ചെയ്യുന്നു. നല്ലൊരു ശതമാനം പാപത്തിന്റെ പെരുക്കം. നമ്മളവരെ പാപത്തെ കുറിച്ച് പറയുമ്പോൾ പലർക്കും ബോധ്യമുണ്ടാവുകയില്ല. എന്താണ് പാപം? ദൈവസ്നേഹത്തിനെതിരെയുള്ള, മനുഷ്യ സ്നേഹത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് പാപം. ദൈവത്തിന്റെ വചനം പറയുകയാണ് ഗലാത്യ പുസ്തകത്തില് 5-ാം അധ്യായം 17 മുതൽ വചനങ്ങള്. ഇവിടെ ദൈവത്തിന്റെ വചനം പാപത്തെ കുറിച്ച് പറയുകയാണ്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. നമ്മളുള്ളവരെ ഈ നട്ടുച്ച സമയത്ത് നമ്മളുള്ളവരെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം. കഴിഞ്ഞ 100 വർഷമായി പരിശുദ്ധ ദൈവമാതാവ് ഈ കാലഘട്ടത്തെ കുറിച്ച് ലോകത്ത് പല രാജ്യങ്ങളിലും കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടുള്ള മരിയൻ അപ്പർഷിപ്പം പറയുന്നുണ്ട്, ഈ കാലഘട്ടം അനുദപിക്കേണ്ട കാലഘട്ടമാണ്.